ഹായ് ഓൾ, വെൽക്കം ടു എക്സാൻ ലേണിംഗ്. അപ്പോൾ USS മാത്തമാറ്റിക്സിലെ നമ്പർ റിലേഷൻ്റെ സെക്കൻഡ് സെഷനാണ് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് സെക്ഷൻ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നമ്മൾ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഫാക്ടേഴ്സിനായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. ഒരുപാട് നിങ്ങൾ USSന് ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട്. സോ നമ്മൾ ഓൾറെഡി നമ്പർ റിലേഷൻ്റെ ഫസ്റ്റ് സെഷനിൽ ചെയ്ത ക്വസ്റ്റൻസ് അത്യാവശ്യം നല്ല ക്വസ്റ്റൻസ് ആണ്. അതിനെക്കാട്ടും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ ക്വസ്റ്റൻസിലേക്ക് പോവാം. എന്തൊക്കെയാണ് ക്വസ്റ്റൻസ് വരാൻ പോകുന്നത്? ദ ലീസ്റ്റ് നമ്പർ ഹാവിങ് 12 ഫാക്ടേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഇത് ചെയ്യണമെങ്കിൽ എന്ത് മെത്തേഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു നമ്പർ ഉണ്ട് എസ് എന്ന് വെച്ചാൽ ഒരു നമ്പറാണ്. അതിന് നമുക്ക് P⁻m × Q⁻n എന്നൊക്കെ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കാം. ഓക്കെ, P⁻m × Q⁻n എന്ന് എഴുതാൻ പറ്റും. സോ പി ക്യൂ ഒക്കെ പ്രൈം നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും? ഫാക്ടേഴ്സിൻ്റെ എണ്ണം m+1 × n+1 ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് ഈ നമ്പറിന് 12 ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 12 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ m+1 × n+1 അങ്ങനെ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും ഫാക്ടേഴ്സിൻ്റെ പവേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സോ 12ന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 12ന് നമുക്ക് ഒരു 6 × 2 എന്ന് എഴുതാം. മൊത്തം പ്രൈം നമ്പേഴ്സ് ആക്കി നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടാം? 2 × 2 × 3, അതായത് 2 × 2 × 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് ഏറ്റവും നന്നായിട്ട് ചെറുതാക്കി എഴുതാൻ പറ്റും. ഇനി ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ പ്രൈം നമ്പേഴ്സിൻ്റെ പവറുകളുടെ +1 ചെയ്തിട്ടുള്ള വാല്യൂസ് ആണ്. എന്ന് വെച്ചാൽ ഇതൊരു m+1 ആണ്, ഇതൊരു n+1 ആണ്, ഇതൊരു k+1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? നമുക്ക് ഏറ്റവും കൂടിയ വാല്യൂ ആയിട്ടുള്ള ഇത് ഇവിടെ m ഉം n ഉം k ഒക്കെ എന്താ വരിക? m ഇവിടെ 1 വരും. ഇത് നമ്മൾ നേരെ റിലേറ്റ് ചെയ്താൽ m = 1 വരും, n = 1 വരും. കാരണം m+1 2 ആവണമെങ്കിൽ m 1 ആവണം, n+1 2 ആവണമെങ്കിൽ n 1 ആവണം, k+1 3 ആവണമെങ്കിൽ k = 2 വരും. ഓക്കെ, സോ നമുക്ക് ഈ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. നമ്പർ പ്രൈം നമ്പേഴ്സിൻ്റെ പവേഴ്സിൻ്റെ ഫോംസിലായിരിക്കും. P⁻m × Q⁻n × R⁻k ഇങ്ങനെ നമ്പർ ആയിരിക്കും. ഓക്കെ, സോ ഇതെന്താ വരാൻ പോകുന്നത്? P⁻1 × Q⁻1 × R⁻2. PQR പ്രൈം നമ്പേഴ്സ് ആണ്. സോ നമുക്കിവിടെ പ്രൈം നമ്പേഴ്സിന് കുറേ പ്രൈം നമ്പേഴ്സ് ഉണ്ട്, കുറേ വാല്യൂസ് കൊടുക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ലീസ്റ്റ് നമ്പറാണ്. സോ നമ്മൾ ചെറിയ പ്രൈം നമ്പേഴ്സ് അത്രേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ 3 പ്രൈം നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 2 ഉം 3 ഉം 5 ആണ്. ഈ 2 ഉം 3 ഉം 5 നമ്മൾ ഇതിലിട്ട് കൊടുക്കണം. പക്ഷേ കാര്യം ചെക്ക് ചെയ്യുക, ഇതും ചെറുതാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആറിന് സ്ക്വയർ ഉള്ളതുകൊണ്ട് ആറിന് ഇപ്പോൾ ഒരു 5 കൊടുത്താൽ 5² 25 ആവും. പക്ഷേ അതിനെക്കാട്ടി ചേർത്ത് നമുക്ക് ആറിന് 2 കൊടുക്കണം, കാരണം 2² 4 മാത്രമേ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ആറിന് 2 കൊടുക്കാം, 3 എന്ന് വെച്ചാൽ P ആക്കി കൊടുക്കാം, 5 എന്ന് വെച്ചാൽ Q ആക്കി കൊടുക്കാം. സോ S എന്ന് വെച്ചാൽ എന്താ വരിക? P3 5Q R2. സോ 3 × 5 എന്ന് വെച്ചാൽ 15 വരും, 2² എന്ന് വെച്ചാൽ 4 വരും. ആൻസർ 60 ആയിരിക്കും റൈറ്റ് ആൻസർ. A ഓപ്ഷനാണ് ഈ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചു നോക്കുക. ഓക്കെ, എന്നാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്. How many numbers from 90 to 100 have 2 factors? ഇത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഏതൊക്കെ നമ്പേഴ്സിനാണ് നമുക്ക് 2 ഫാക്ടേഴ്സ് ഉണ്ടാവുക? 2 ഫാക്ടേഴ്സ് ഉള്ള ഒരു ടൈപ്പ് നമ്പറേ ഉള്ളൂ. അവരെന്ന് വെച്ചാൽ പ്രൈം നമ്പേഴ്സ് ആയിരിക്കും. പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടർ എന്ന് വെച്ചാൽ ഒന്നാം നമ്പറും പിന്നെ 1 ആയിരിക്കും. 5 എന്നുള്ളത് ഒരു പ്രൈം നമ്പറാണ്. 5ൻ്റെ ഫാക്ടേഴ്സ് എന്താ വരിക? ഒന്ന് 5 ഉണ്ടാവും, പിന്നെ 1 ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ചോദിച്ചിട്ടുള്ളത് 90ൻ്റെയും 100ൻ്റെയും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ബേസിക്കലി. സോ നമുക്ക് 90 മുതൽ എല്ലാത്തിനെയും ലിസ്റ്റ് ചെയ്യാം. 90, 91, 92, 93, 94, 95, 96,
97, 98, 99, 100. ഇതിൽ ഏതൊക്കെ പ്രൈമാണ്? സോ നമുക്ക് ഓരോന്നിനെ എടുത്തു നോക്കാം. 90 പ്രൈം അല്ല, ഈവൻ നമ്പർ ആണ്. എന്നാൽ പിന്നെ ഈവൻ നമ്പേഴ്സിന് നമുക്ക് എല്ലാത്തിനും ഒഴിവാക്കാം. ഇതൊന്നും പ്രൈം അല്ല. 91 പ്രൈം ആണോ? 91 ആക്ച്വലി പ്രൈം നമ്പർ അല്ല. 91 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 121, 30 എന്ന് കിട്ടും. എന്നുവെച്ചാൽ 91 എന്ന് വെച്ചാൽ 13 × 7 ആണ്. അതുകൊണ്ട് അത് പ്രൈം നമ്പർ അല്ല എന്ന് പറയാൻ പറ്റും. സോ 91 പ്രൈം നമ്പർ അല്ല. 93 പ്രൈം നമ്പർ അല്ല, കാരണം 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 95 പ്രൈം നമ്പർ അല്ല, 5 കൊണ്ട് ഡിവിസിബിൾ ആണ്. 97 പ്രൈം നമ്പർ. ഓക്കെ. 99 പ്രൈം നമ്പർ അല്ല, കാരണം 11 കൊണ്ടും അല്ലെങ്കിൽ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 97 മാത്രമേ ഇതിൽ പ്രൈം നമ്പർ ഉള്ളൂ. നമ്മുടെ ആൻസർ 1 ആയിരിക്കും. ഹൗ മെനി നമ്പേഴ്സ് എന്ന് ചോദിച്ചിട്ടുള്ളത് ആകെ ഒരു നമ്പറേ ഉള്ളൂ, അത് 97 ആണ്. ആൻസർ 1. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എന്നാൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹൗ മെനി നമ്പേഴ്സ് ഫ്രം 1 to 100 ഹാവ് 3 ഫാക്ടേഴ്സ്? ഓക്കെ, ഇത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കറിയാം, ഒരു നമ്പറിന് നമ്മൾ p raised to m, q raised to n എന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ p q ഒക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. ആണെങ്കിൽ r raised to k അങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് വെച്ചാൽ m+1 × n+1 ആണ്. ഇതാണ് ഫാക്ടേഴ്സിൻ്റെ എണ്ണം. അത് 3 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് 3 ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ഒരിക്കലും 3 കിട്ടൂല. കാരണം 3 എന്ന് വെച്ചാൽ പ്രൈം നമ്പർ ആണ്. രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്തായാലും 3 കിട്ടില്ല. അതിൻ്റെ മീനിങ് ഇതവിടെ ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. ആ n+1 അവിടെ ഇല്ല, കാരണം രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ഒരിക്കലും 3 കിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ഇനി നമുക്ക് എഴുതാം m+1 = 3 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ m = 2 ആണ്. എന്ന് വെച്ചാൽ ഈ നമ്പർ എന്ന് വെച്ചാൽ p² എന്നുള്ള ഫോർമാറ്റാണ്. p എന്ന് വെച്ചാൽ ഒരു പ്രൈം നമ്പറാണ്. ഓക്കെ, സോ നമ്മൾ ചെക്ക് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഹൗ മെനി നമ്പേഴ്സ് ഫ്രം 1 to 100 നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈം നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ഏതൊക്കെ നമ്പർ ഉണ്ടോ അവർക്കൊക്കെ 3 ഫാക്ടേഴ്സ് ഉണ്ടാവും. ബാക്കിയുള്ള നമ്പേഴ്സിനെല്ലാം ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആണ്. പ്രൈം നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിന് മാത്രം 3 ഫാക്ടേഴ്സ് ഉണ്ടാവും. സോ ആ നമ്പേഴ്സ് ഏതൊക്കെ നമുക്ക് നോക്കാം. യെസ്, 1 നമുക്ക് എടുക്കാൻ പറ്റൂല. 1ൻ്റെ സ്ക്വയർ നമുക്ക് എടുക്കാൻ പറ്റില്ല, 1 തന്നെയാണ്. അതിനെ ഫാക്ടേഴ്സ് എടുത്താൽ അത് 1 മാത്രമേ ഉള്ളൂ. സോ 2 നമുക്ക് 2ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 4 നമുക്ക് എടുക്കാം. അതിൻ്റെ ഫാക്ടേഴ്സ് എന്താ പറയുക, 1 വരും, 2 വരും, 4 വരും. അതാണ് 3 ഫാക്ടേഴ്സ്. ഇനി 3ൻ്റെ സ്ക്വയർ എടുക്കാം, അതായത് 9 എടുക്കാം. ഇനി അടുത്ത പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ എന്താ പറയുക, 2 3 കഴിഞ്ഞാൽ പിന്നെ 5 ആണ്. 5ൻ്റെ സ്ക്വയർ 25 നമുക്ക് എടുക്കാം. ഇനി 5 കഴിഞ്ഞാൽ പിന്നെ 7 ആണ്. 7 ആണ് അടുത്ത പ്രൈം നമ്പർ. 7ൻ്റെ സ്ക്വയർ നമുക്ക് എടുക്കാം. 7ൻ്റെ സ്ക്വയർ എടുത്താൽ 49 വരും. ഇനി അടുത്ത പ്രൈം നമ്പർ വരാൻ പോകുന്നത് 8 അല്ല, 9 അല്ല, 10 അല്ല, 11 ആണ്. പക്ഷെ 11ൻ്റെ സ്ക്വയർ എടുത്താൽ 100നെക്കാട്ടിയും വലിയ നമ്പറാണ് വരിക. സോ ഇത്ര നമ്പറാണ് നമ്മുടെ ആൻസേഴ്സ് ആയിട്ടുള്ളത്. ഇത്രയും നമ്പേഴ്സിന് 3 ഫാക്ടേഴ്സേ ഉണ്ടായിരിക്കുള്ളൂ. സോ ആൻസർ കിട്ടുന്ന 4 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. 4 എണ്ണം ഉണ്ട്, 1 2 3 4, 4 എണ്ണം ഉണ്ട്. സോ 4 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, എന്നോക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്നാൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. യെസ്, ഹൗ മെനി ഓഡ് ഫാക്ടേഴ്സ് ഡസ് 100 have? സോ ഇത് ഒരു ഹോംവർക്ക് ആക്കി എടുക്കുക. അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ലോണം ആലോചിച്ചിട്ട് ചെയ്താൽ മതി. സോ ആൻസർ കിട്ടിയാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ വേറെ ചാപ്റ്ററിൽ വീണ്ടും കാണാം.